Hello guys, welcome to weekly analysis video. നമ്മൾ സാധാരണ എല്ലാ വീക്കിലും കഴിഞ്ഞ വീക്കിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും ഇനി നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാമെന്നതിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്യാറുണ്ട്. അതിന്റെ ഒരു തുടർച്ച കൂടിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ, അതായത് നെക്സ്റ്റ് വീക്കിലേക്ക് എങ്ങനെ ട്രേഡുകളെ നമുക്ക് പ്ലാൻ ചെയ്യാമെന്നതിനെ കുറിച്ച് ഒരു ഐഡിയ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ടെക്നിക്കൽ ആയിട്ട് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിനെ ഒന്ന് അനലൈസ് ചെയ്യാം. എങ്ങനെയാണ് ഇപ്പോൾ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ ആയിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി വീക്ക്ലി ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഹാങ്ങിങ് മാൻ എന്ന് വെച്ചാൽ ഇതൊരു ടോപ്പ് ഓഫ് ദ ചാനലിൽ ക്രിയേറ്റ് ആവുന്ന ഒരു ചെറിയൊരു ബോഡിയും വലിയൊരു വിക്കൊക്കെ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. സോ ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആക്ച്വലി ഇതൊരു ബിയറിഷ് സിഗ്നൽ ആണ് നമുക്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ നമ്മൾ ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഓൾമോസ്റ്റ് അതേ ഒരു പാറ്റേൺ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ബാങ്ക് നിഫ്റ്റി കുറച്ച് നാളായിട്ട് ഈ ഒരു റേഞ്ചിൽ, അതായത് ഞാൻ ഇവിടെ വരച്ച് കാണുന്ന ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ അകത്ത് തന്നെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഇപ്പോഴുള്ള ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഈ ട്രെൻഡ് ലൈനിന്റെ ടോപ്പിൽ ടച്ച് ചെയ്തിട്ട് പക്ഷെ ക്ലോസ് ചെയ്യുമ്പോൾ അതൊരു മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതും ഒരു റിവേഴ്സൽ പാറ്റേൺ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച ഭയങ്കരമായിട്ടുള്ള ഒരു വീക്കിലി തന്നെയായിരുന്നു. നമുക്ക് പ്രധാനപ്പെട്ട ഈ ഇലക്ഷനും കാര്യങ്ങളും അതിന്റെ റിസൾട്ടൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരു റോളർ കോസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഷാർപ്പായിട്ടുള്ള ഒരു റിവേഴ്സൽ പാറ്റേൺ വന്നിട്ട് പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് നിഫ്റ്റി റിക്കവറി ആയിട്ടുണ്ട്. സോ ഡെയിലിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നന്നായിട്ട് ഒരു ഷാർപ്പ് സെല്ലിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഡെയിലി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും അതുപോലെ ഷാർപ്പായിട്ടുള്ള സെല്ലിങ് അത് റിക്കവർ, പക്ഷെ ബാങ്ക് നിഫ്റ്റി അത് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തിട്ടില്ല. ഇനിയും ഒരു 30%ഓളം സെല്ലിങ് ബാങ്ക് നിഫ്റ്റിയിൽ റിക്കവറി ആവാനുണ്ട്. സോ നിഫ്റ്റിയാണ് ഇപ്പോൾ കുറച്ചും കൂടി സ്ട്രെങ്ത് ഉള്ള കാര്യം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചാർട്ടിൽ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തത് എന്തൊക്കെയാണ് കഴിഞ്ഞ വീക്കിൽ സംഭവിച്ചതെന്ന് നോക്കാം. സോ മൺഡേ നമുക്ക് മാർക്കറ്റിൽ ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ. അത് ഇലക്ഷന്റെ എക്സിറ്റ് പോൾ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഒരു ഫസ്റ്റ് ട്രേഡിംഗ് ആയിരുന്നു മൺഡേ. അതുകൊണ്ട് തന്നെ അന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് നിഫ്റ്റി ഓൾമോസ്റ്റ് 700 പോയിന്റോളം മാർക്കറ്റ് അപ്പായിട്ടാണ് ഓപ്പൺ ആവുകയും അതുകൊണ്ട് തന്നെ നല്ലൊരു എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് ആയിട്ട് തന്നെ പോകുമെന്നാണ്. പക്ഷെ പിറ്റേ ദിവസം ഇലക്ഷന്റെ റിസൾട്ട് വന്നത് ഇപ്പോൾ കറന്റിലി ഭരിക്കുന്ന പാർട്ടിക്ക് മെജോറിറ്റി, അതായത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള മെജോറിറ്റി ഇല്ല എന്നുള്ളത് എക്സിറ്റ് പോളിനുള്ള എഗെയിൻസ്റ്റ് ആയിട്ട് എല്ലാ എക്സിറ്റ് പോളും പറഞ്ഞത് റൂളിംഗ് പാർട്ടിക്ക് തീർച്ചയായിട്ടും നല്ലൊരു മെജോറിറ്റി കിട്ടും. പക്ഷെ എക്സിറ്റ് പോളൊക്കെ ഒന്നും നടന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് 1400 നിഫ്റ്റി അന്ന് ഡൗൺ ആയി. പിന്നെ അതിനുശേഷം കഴിഞ്ഞ 3 ആഴ്ച നിഫ്റ്റി ആ ഒരു ഫോള് നടന്നത് കംപ്ലീറ്റ് ആയിട്ട് നിഫ്റ്റിയിൽ റിക്കവറി ആയിട്ടുണ്ട്. അതാണ് മെയിൻലി കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. സോ ഇതിന്റെ റീസൺ മെയിൻലി ഒന്നാമത് കാരണം റൂളിംഗ് പാർട്ടികൾക്ക് മെജോറിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അന്ന് ആ ഒരു റിസൾട്ട് വന്ന ശേഷം മാർക്കറ്റ് ഫോൾ ആവാനുള്ള കാരണം. പക്ഷെ ഇത് റിക്കവറി ആയതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോ റിക്കവറി എന്തുകൊണ്ട് ഈ റിക്കവറി ഇങ്ങനെ സംഭവിക്കും, ഒന്ന് റൂളിംഗ് പാർട്ടിക്ക് മെജോറിറ്റി കിട്ടിയില്ലെങ്കിലും എൻ ഡി എക്ക്, അതായത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് തന്നെ നിലവിൽ ഭരിക്കാനുള്ള ഒരു സീറ്റും ആ എല്ലാ പാർട്ടിയും കൂടിയിട്ടുള്ള ഒരു ഭരണം മാർക്കറ്റിൽ ഗവൺമെന്റിന് കിട്ടിയതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഡിസിഷൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ നിന്നും മാർക്കറ്റ് റിക്കവറി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാരണം മെയിൻലി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗവൺമെന്റ് തുടരുകയാണ്. മാർക്കറ്റിന് എപ്പോഴും വേണ്ടത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒരു ഗവൺമെന്റ് തുടരുകയാണെങ്കിൽ
അതിന്റെ ആ ഒരു പോളിസിയിലും, അതായത് ഗവൺമെന്റ് ഇതുവരെ തുടർന്നുകൊണ്ടിരുന്ന പോളിസിയും കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ ഇനിയും ഗവൺമെന്റ് എടുക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഈ ഒരു കഴിഞ്ഞ 2-3 ദിവസമായിട്ട് റിക്കവറി നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ അതിന്റെ കൂടാതെ RBIയുടെ ഒരു GDP ഗ്രോത്ത് റേറ്റിനെ കുറിച്ചുള്ള ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അത് വന്നത്. ഒരു എക്സ്പെക്ടേഷൻ നെക്സ്റ്റ് ഈ 2024-25 ഇയറിൽ, കറന്റ് ഇയറിൽ ഒരു 7 അല്ലെങ്കിൽ 7.2 ഒരു ഗ്രോത്ത് GDP ഉണ്ടാവും എന്നുള്ള ഒരു റിപ്പോർട്ടും കൂടി വന്നിരുന്നു. ഇത് രണ്ടും മാർക്കറ്റിനെ ഒരു റിക്കവറി മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യാനുള്ളത് നെക്സ്റ്റ് വീക്ക്, അതാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് വീക്ക് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുക, ഇപ്പോൾ നിലവിൽ ഇന്ന് എന്തായാലും ഗവൺമെന്റ് പുതിയ മന്ത്രിമാരൊക്കെ വന്നിരിക്കുകയാണ്. മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിരിക്കുന്നു. സോ മെയിൻലി ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മാർക്കറ്റ് ഇനി നോട്ടീസ് ചെയ്യുക. ഒന്ന്, ഗവൺമെന്റിൽ ഫൈനാൻസ് മിനിസ്റ്റർ ആരായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ ഒരു എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അതൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ നിലവിൽ ഗവൺമെന്റിൽ, അതായത് ഇപ്പോൾ ഉള്ള BJP ഗവൺമെന്റിന് എത്ര ശതമാനം ഗവൺമെന്റിൽ കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടോ അത്രത്തോളം മാർക്കറ്റിന് അത് നല്ലതായിരിക്കും. കാരണം മാർക്കറ്റിൽ ഒരിക്കലും ഇപ്പോൾ ഒരു ഗവൺമെന്റിൽ ഏറ്റവും തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തായിട്ടും റൂളിംഗ് പാർട്ടിയായ BJP തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എത്രത്തോളം മെജോറിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് വരികയാണെങ്കിൽ അത്രയും മാർക്കറ്റിനെ അത് നന്നായിട്ട് എഫക്ട് ചെയ്യും. അത് മിനിസ്റ്റർ എത്രത്തോളം മിനിസ്റ്ററാണ് BJPക്ക് മാത്രമായിട്ട് പോകുന്നത്, മറ്റു സഖ്യകക്ഷികൾക്ക് എത്ര പോകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മാർക്കറ്റിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഗവൺമെന്റിന്റെ അടുത്ത 3 മാസത്തേക്കുള്ള എന്തൊക്കെ പ്ലാനിങ്ങളാണ് അത് മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്ന നല്ല തീരുമാനങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് അപ്പ് മൂവ് ആവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ അടുത്ത വീക്കിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കാനുള്ളത് കുറച്ച് ഡാറ്റാസ് ഒക്കെ വരാനുണ്ട്. ഒന്ന്, കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുണ്ട്. ഇന്ത്യയുടെ ബുധനാഴ്ചയാണ്. അതുപോലെ US-ന്റെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും ബുധനാഴ്ച വരാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ FIA സെല്ലിങ് തന്നെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് അവർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ഇപ്പോൾ മാർക്കറ്റ് നല്ലൊരു ഹൈ വാല്യുവേഷനിലാണ് എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഒരു ടാക്സ് ഇഷ്യൂ കൂടി ഉണ്ടായിരുന്നു, മൊറീഷ്യസ് ടാക്സ് ട്രീറ്റി എന്നുള്ള ഒരു FIAക്ക് ഫോറിൻ ഇൻവെസ്റ്റർക്കുള്ള ഒരു ടാക്സ് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്നു. അന്നു മുതലാണ് ശരിക്കും FIA സെല്ലിങ് തുടർന്നുകൊണ്ടിരുന്നത്. അത് ഇന്നും തുടരുന്നു. പിന്നെ ഈ ഇലക്ഷന്റെ കാരണങ്ങൾ കൊണ്ട് തന്നെ അവർ കണ്ടിന്യൂസ് ആയിട്ട് സെല്ല് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ DI അതിനനുസരിച്ച് വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ഇനി നമ്മൾ നോക്കാനുള്ളത് അടുത്ത വീക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം, മാർക്കറ്റ് ഈ ഒരു ഇപ്പോഴുള്ള ഒരു ഹൈ തീർച്ചയായിട്ടും മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബുള്ളിഷ് ആയിട്ട് തന്നെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 22,900 എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, മാർക്കറ്റ് അതിന് താഴെ പോവില്ല എങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് എക്സ്പെക്ട് ചെയ്യാം. അതല്ല, മാർക്കറ്റ് ഇവിടുന്ന് ഇനി റിവേഴ്സ് ആയിട്ട് 22,900 താഴെ വരികയാണ്, മാർക്കറ്റ് തീർച്ചയായിട്ടും ഒരു റിവേഴ്സൽ കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ടാണ് നമ്മൾ അടുത്ത വീക്കിൽ പ്രധാനമായിട്ട് നോക്കുന്നത്. സോ ഇതാണ് നമ്മൾ അടുത്ത വീക്കിലേക്ക് പ്രധാനമായിട്ട് നോക്കുന്നത്. ഇനി നമുക്ക് ഡെയിലി ഉള്ള അനാലിസികൾ തീർച്ചയായിട്ടും നമുക്ക് ഓരോ ദിവസവും എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.